ഹലോ ഹായ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം അറിയിക്കണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ കാർഡ് റീഡിങ്ങിലേക്ക് പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് യൂണിവേഴ്സിൽ എല്ലാവരും വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ യൂണിവേഴ്സ്, പ്രപഞ്ചം അറിയാതെ തന്നെ നമുക്കൊരു കാര്യങ്ങളും നടക്കില്ല. ഈ പ്രപഞ്ച ശക്തിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാർഡ് റീഡിംഗ് എന്ന് പറയുന്നത് പൊതുവായിട്ട് എടുക്കുന്ന റീഡിംഗ് ആണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം. അപ്പോൾ അത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ അല്ലെങ്കിൽ അത് അനുകൂലമായി തീരുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ മോർണിംഗ് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മോർണിംഗ് എനർജി ഒന്നാമത് കിട്ടിയേക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ് കിട്ടിയേക്കുന്നത്. അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് വളരെയധികം സമൃദ്ധി ഉണ്ടാകുന്നൊരു ദിവസമാണ്. നിങ്ങളെല്ലാവരും തന്നെ ഒരു കാര്യത്തിലേക്ക് മാത്രം നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരുപക്ഷെ അത് കുഞ്ഞുങ്ങളുടെ കാര്യമായിരിക്കാം, മക്കളുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പൈസയെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളിലേക്കാണ് നിങ്ങളിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തോ ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ എന്തോ ഒന്നിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ നോക്കിയിരിക്കുന്നത്, അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായാലും നിങ്ങൾ പിന്നെ ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, നിങ്ങൾ എവിടെയെല്ലാം പോകുന്നുണ്ട്, നിങ്ങളുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അല്ലെങ്കിൽ വിജയങ്ങൾ അല്ലെങ്കിൽ നേട്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലുണ്ടാകുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വിജയങ്ങൾ എന്താണ് എന്നെല്ലാം നോക്കിയിരിക്കുന്ന ഓരോ ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ തകർച്ചയുടെ പിന്നിലും എല്ലാം ആരോ ഒരാൾ നിങ്ങളെ പിന്തുടരുന്നുണ്ട്. നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന ആരോ ഒരാളുണ്ട് എന്നുള്ളതാണ് നമുക്കിന്ന് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസിൽ ആദ്യം കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിന്ന് കിട്ടിയേക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 3 ഓഫ് കപ്സ് ആണ് കിട്ടിയേക്കുന്നത്. അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്കിന്നൊരു സോൾമേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആത്മസുഹൃത്ത്, അവരെ നിങ്ങൾക്ക് കാണാനും അവരുമായിട്ട് നിങ്ങൾക്ക് കൂടിച്ചേരാനും അവരെ വിളിക്കാനും ഒക്കെയുള്ളൊരു ദിവസം കൂടിയാണ് നിങ്ങൾക്കിന്ന് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യത്തെ ക്യൂൻ ഓഫ് കപ്സ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ മാത്രം നോക്കിക്കാണുന്ന ഒരു എനർജി, ഏതോ ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ അവർ നോക്കിക്കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വിജയങ്ങൾ, നിങ്ങൾ 2-3 പേര് കൂടി ആഘോഷിക്കുന്ന വിജയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റീയൂണിയൻ അല്ലെങ്കിൽ സെലിബ്രേഷൻ, നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി നിങ്ങളെ തന്നെ വീക്ഷിക്കുന്ന ആരോ ഒരാൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, മൂന്നാമതൊരാൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ, നിങ്ങളെ നോക്കുന്നുണ്ട് എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഇന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇന്നത്തെ എനർജിയിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും വീട്ടിലായാലും നിങ്ങൾ എവിടെ പോകുന്നിടത്തായാലും അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നാലെ നിങ്ങളുടെ വിജയങ്ങൾക്ക് പിന്നിൽ അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാനായിട്ട് നിങ്ങളുടെ കൂടെ ഒരു മൂന്നാമതൊരാളുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ അതൊരു റിലേഷൻഷിപ്പിലായാലും സാധ്യതയുള്ള കാര്യമാണ്. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാം. ആ റിലേഷനെ ബ്ലോക്കായി പോകാനും അല്ലെങ്കിൽ ആ റിലേഷനെ ഡിവോഴ്സായി പോകാനും ഒക്കെ കാരണമായിട്ടുള്ള ആരോ ഒരാളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലികളെല്ലാം ശരിയാകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരാളുണ്ടാകാം. നമ്മുടെ ജോലിയിലുള്ള കുറ്റങ്ങൾ കുറവുകളൊക്കെ നമ്മളുടെ ഹയർ അതോറിറ്റിയോട് പോയി പറയാനും നമ്മളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും നമുക്ക് പ്രൊമോഷൻ കിട്ടാതിരിക്കാനും ഒക്കെ നോക്കുന്ന ഒരു എനർജി നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ദൈവാധീനം അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹമുള്ളൊരു കാർഡ് ആയതുകൊണ്ട് കുറച്ചൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ നല്ല നല്ല വിജയങ്ങൾ നോക്കിക്കാണുന്നവരുണ്ട്. നിങ്ങളുടെ നല്ല നല്ല ആഘോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളെയും വളരെയധികം നെഗറ്റീവായിട്ട് കാണുന്ന ഒരാൾ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് അടുത്തുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലായിരിക്കാം. അപ്പോൾ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം എവിടെയാണെങ്കിലും അത് നിങ്ങൾക്കൊരു തടസ്സമായിട്ട് ഒരാളുണ്ട് എന്നുള്ളതാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്.
അടുത്ത നമുക്ക് എനർജി കാർഡ് കിട്ടിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡബിൾ കാർഡാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് ഇന്നത്തെ എനർജിയിൽ. അതായത് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മൂന്നാമതൊരാൾ, ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അത് റിലേഷനിലായാലും എല്ലാ ബന്ധങ്ങളിലായാലും ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്കൊരു ഡബിൾ എനർജിയാണ് കിട്ടിയേക്കുന്നത്. ഒരുപക്ഷെ ആ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് കൊണ്ട് ചാടിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു ആപത്തിലേക്ക് കൊണ്ട് തള്ളിയിടാനായിട്ട് സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും ഒരു അസുഖക്കാരായി മാറ്റാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളെ മദ്യത്തിനോ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാക്കാനായിട്ട് അവർ നിങ്ങളെ ശ്രമിക്കും. അതുപോലെ തന്നെ നിങ്ങളെ എന്തെങ്കിലും ഒരു അസുഖത്തിലേക്ക് കൊണ്ട് തള്ളാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളുമായിട്ട് അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ട് ഇടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ നേട്ടങ്ങളെയും വിജയങ്ങളെയും അവരെന്ത് ചെയ്യും, നെഗറ്റീവായ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അങ്ങനെയുള്ളൊരു എനർജി നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്, യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതായത് നമുക്ക് ഡബിൾ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് അഡിക്ഷനുള്ള ആൾക്കാരായിരിക്കും അവരൊക്കെ. എന്തിനെങ്കിലുമൊക്കെയോ അഡിക്ഷനുള്ള ഒരുപാട് ആൾക്കാരായിരിക്കും അവരായിരിക്കും ഒരുപക്ഷെ നിങ്ങളോടൊപ്പം കൂടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മദ്യപാനം അല്ലെങ്കിൽ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അവരൊക്കെ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കുറച്ചുകൂടി ആലോചിച്ച് മാത്രം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ തന്നെ ഒരു ഡബിൾ എനർജി തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ മാറ്റിക്കളയുക എന്നുള്ളതാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും ആദ്യ പടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരാൻ പോകുന്നു, ഇതൊരു അവസാന വാക്കല്ലത്. നിങ്ങളിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാനായിട്ട് ഒരാൾ നിങ്ങളിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു അവസാന വാക്കല്ല യൂണിവേഴ്സിൻ്റെ. ഇതൊരു വാണിംഗ് ആണ് നമുക്ക് തരുന്നത്. നമ്മൾ ഓരോ ദിവസത്തെ എനർജി എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ചിലർക്കെങ്കിലും എന്നൊരു വാണിംഗ് നമുക്ക് യൂണിവേഴ്സ് തരുവാണ്. അപ്പോൾ നമ്മളത് നോക്കി കണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആപത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ചതിക്കുഴിയിൽ നിന്ന് നമുക്ക് മാറി നടക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നമ്മളെ എന്ത് ചെയ്യുന്നത്, ഓരോ കാർഡുകളായിട്ടും ഓരോ ഹിൻറ്റുകളായിട്ടും ഓരോ ഇൻഡ്യൂഷനായിട്ടും ഒക്കെ നമ്മളെ ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ കാർഡ് റീഡിങ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് സംശയമുള്ളവർ ആ ചതിക്കുഴികളിൽ അല്ലെങ്കിൽ ആ ആളിലേക്ക് പോയി വീഴാതെ നിങ്ങൾ മാറി നടക്കുക എന്നുള്ളതാണ് നമുക്കിന്ന് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അടുത്തത് നമുക്ക് കിട്ടിയേക്കുന്ന കാർഡും നല്ല കാർഡാണ്, പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് കിട്ടിയേക്കുന്നത്. അതായത് നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു കാർഡാണ് കിട്ടിയേക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നൊരു കാർഡാണ് കിട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ എനർജി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിവാഹമൊക്കെ നടക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹാലോചനകളൊക്കെ വരുന്നൊരു ദിവസമാണ്, പ്രപ്പോസൽസ് വരുന്ന ദിവസമാണ്, വിവാഹം നടക്കാനായിട്ട് സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ഇപ്പം ലവേഴ്സിനൊക്കെ ആണെങ്കിൽ അവർക്ക് വീണ്ടും കണ്ടുമുട്ടാനും അവരുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അമ്പലങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ അങ്ങനെയൊക്കെയുള്ള ആരാധനാലയങ്ങളിൽ പോകാനും ദൈവത്തിനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്നൊരു ദിവസം കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്നൊരു ദിവസമായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവുമായിട്ട് ഒക്കെ നിങ്ങൾക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ദിവസമായിരിക്കും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള രണ്ടുപേര് തമ്മിൽ അകന്നു കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് വീണ്ടും ഒന്നിക്കാനെ അവർക്ക് വീണ്ടും കണ്ടുമുട്ടാനുള്ള ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ തന്നെ സമൃദ്ധിയുടെ ഒരു ദിവസം കൂടിയായിരിക്കും. മിക്കവാറും എല്ലാവർക്കും വളരെയധികം നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം പോകുന്ന ഒരു എനർജി കൂടിയാണ് കാണുന്നത്. അതുപോലെ തന്നെ വിവാഹ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാം. വിവാഹം കഴിയാനായിട്ട് അല്ലെങ്കിൽ വിവാഹം നടക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു പ്രപ്പോസൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു കാർഡ് കൂടിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് കൂടിയാണെന്ന് കിട്ടിയേക്കുന്നത്. അടുത്തത് എന്ന് പറയുന്നത് നമുക്കൊരു ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് കിട്ടിയേക്കുന്നത്.
ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് നമുക്ക് അടുത്തത് കിട്ടിയേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാർഡാണ് എങ്കിൽ പോലും നിങ്ങൾ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ ഒക്കെ നിങ്ങൾ വഴിപാടുകൾ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അമ്പലത്തിൽ ഇന്നത് കൊടുത്തേക്കാം, പള്ളിയിൽ ചെയ്തേക്കാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആ വഴിപാടുകളൊക്കെ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളിൽ ഒരു ഡബിൾ എനർജി കടന്നുകൂടിയേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ മൂന്നാമതൊരാൾ കടന്നുകൂടിയേക്കുന്നത്. നിങ്ങളെ ഏതെങ്കിലും ഒരു ആപത്തുകളിലേക്ക് കൊണ്ട് ചാടിക്കും. അപ്പോൾ ചാടിക്കുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് നിവർന്ന് വരാം എന്ന് നമ്മൾ ആലോചിക്കുകയുള്ളൂ. അപ്പോഴാണ് നമ്മൾ ദൈവത്തെ കൂടുതൽ വിളിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ഇത് നോക്കിക്കണ്ട് അറിയാനായിട്ടൊക്കെ നമ്മൾ പോകും. അപ്പോൾ ആ പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വഴിപാടുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ നിങ്ങൾ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയത്തുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണമെന്നവർ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളെ ഇങ്ങനെ ഇട്ട് കറക്കുന്നത് എന്നുള്ളത് കൂടിയാണ് നമുക്കിന്ന് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കേസ് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ വണ്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വണ്ടി അപകടങ്ങളിൽ കേസോ അല്ലെങ്കിൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഡിവോഴ്സ് അങ്ങനെയുള്ള കേസുകളൊക്കെ നിങ്ങൾക്ക് കാണുമല്ലോ. അതിൻ്റെ കാര്യത്തിലൊക്കെ ഇന്നൊരു തീരുമാനം ഉണ്ടാകുന്നൊരു ദിവസം കൂടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കേസിന് വഴക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തെ ഒരുപാട് വിളിക്കും. ദൈവമേ എൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരണം, എൻ്റെ കേസിൽ ഒരു വിധി ഉണ്ടാകണം എന്ന് നിങ്ങൾ ദൈവത്തെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിനോടുള്ള ഒരു നീതിയാണ്. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും നിങ്ങൾ മാപ്പ് പറഞ്ഞുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ സാധിച്ച് കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ദൈവത്തെ വിളിക്കുകയാണ്. അപ്പോൾ ആ വിളിക്ക് ഒരു മാപ്പപേക്ഷിക്കുകയാണ് നിങ്ങൾ ദൈവത്തോട്. അപ്പോൾ ആ വിളിക്കുന്നതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രതിഫലം ഇന്നത്തെ ദിവസം കിട്ടുമെന്നുള്ളതാണ് നമുക്ക് ജഡ്ജ്മെൻറ്റ് കാർഡ് കാണിച്ചു തരുന്നത്. അതുപോലെ യാത്ര ചെയ്യുന്നവരെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് വാഹനങ്ങളിൽ യാത്ര ചെയ്യുക. എന്തെങ്കിലും ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ കാണിക്കുക. വളരെയധികം ശ്രദ്ധിച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾ മുന്നോട്ട് പോകണം. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അമ്പലങ്ങളിലൊക്കെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ ചെയ്ത് തീർക്കണം. അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് നിങ്ങളിൽ ഉണ്ടായേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളവരിൽ ഈ കാർഡ് റീഡിംഗ് എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് പോയി ആ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വഴിപാടുകളായാലും എന്തെങ്കിലും അമ്പലങ്ങളിൽ കൊടുക്കുക, ദാനമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ആർക്കെങ്കിലും ചാരിറ്റി ചെയ്യുക, ദാനമായിട്ട് ആർക്കെങ്കിലും കൊടുക്കുക, അർഹതപ്പെട്ട കൈകളിലേക്ക് മാത്രം കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പോയി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാർഡുകളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്, യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നമ്മളെ ഒരു വാണിംഗ് തരികയാണ്, നമ്മളോട് ഒരു മുന്നറിയിപ്പാണ് യൂണിവേഴ്സിൻ്റെ. ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിൽ പലർക്കായിട്ടും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് മുന്നേ തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ കാർഡ് റീഡിങ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളിൽ അനുകൂലമായിട്ട് വരുന്നവരുണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരുന്നു. ഓരോ കാർഡും നിങ്ങൾക്ക് ഇന്നത്തെ എനർജി അനുകൂലമായിട്ട് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് ആശംസിക്കുന്നത്. എല്ലാവർക്കും നല്ല എനർജറ്റിക്കായിട്ടും വളരെയധികം ആക്റ്റീവായിട്ടും ഉഷാറായിട്ടും എല്ലാവർക്കും കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരു നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താങ്ക്